Hey everybody, welcome to Talking Cars. ഇന്നൊരു വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ് നമുക്ക്. വി ആർ ടു സ്പെഷ്യൽ പ്ലേസ് വിത്ത് ഗുഡ് കമ്പനി ആൻഡ് ഓൾ ദാറ്റ്. അതൊക്കെ കീപ്പിംഗ് ഓൾ ദാറ്റ് അസൈഡ്, ഇന്നൊരു വളരെ വലിയൊരു ന്യൂസ് ഉണ്ട്. ഇസ് ദാറ്റ് നമ്മുടെ ഒരു പ്രോജക്റ്റ് കാർ അങ്ങനെ ഫൈനലി ഇതിലോട്ട് ലാൻഡ് ചെയ്തിരിക്കും. ഇത് പ്രോജക്റ്റ് ഒന്നും ചെയ്യില്ല. സോ എനിവേസ്, ലെറ്റ്സ് നോട്ട് ഡ്രാഗ് ദിസ് ഫർദർ. നമ്മൾ ആക്ച്വലി വിവേക് ജിയുടെ BMW 3 സീരീസിനൊരു അപ്ഗ്രേഡിൻ്റെ കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 സീരീസ് വാസ് ഓഫർഡ് ഫോർ സെയിൽ ആൻഡ് ദ കാർ ഇസ് നൗ ഗോൺ ടു എ ന്യൂ ഓണർ നൗ. എന്തായാലും അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ച് ഇനി എന്ത് ചെയ്യുന്നല്ലേ. വലിയ ആലോചനയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ പോയി മേടിച്ചു. നമ്മൾ 2 മാസത്തോളമായി വണ്ടി വന്നിട്ട് മൈൽ ആകെ സീനാണല്ലോ. അതാണോ ക്വാർട്ടർ മൈൽ 2 ഉണ്ട്. സോ എന്തായാലും the vehicle is a 987.1 Porsche Boxster S. ഒരു very enjoyable, very nice, daily drivable, practical sports car അല്ലേ? അതെ, എന്നാണ് നമ്മൾ പറയുന്നത്. എന്നൊക്കെ പറയേണ്ടി വരും. കാരണം മര്യാദയ്ക്കുള്ള പ്രാക്ടിക്കൽ, ഡെയിലി ഡ്രൈവബിൾ, എൻജോയബിൾ ആയിട്ടുള്ള കാർ കൊണ്ട് കളഞ്ഞിട്ടാണ് ഇത് മേടിക്കുന്നത്. വീട്ടിലേക്ക് തുറന്നില്ല എന്നുള്ളൂ. പക്ഷേ ഇപ്പൊ നമ്മൾ കുറച്ചായി ഇത് ഓടിക്കുന്നു അല്ലേ? എന്ത് തോന്നുന്നു? നേരത്തെ ചെയ്യണമായിരുന്നു. തോന്നുന്നു എന്നുള്ളത് കാണിച്ചു തരാം. Flat 6 sounds just 3.2 flat 6. ഇന്നത്തെ ബോക്സ് ഒക്കെ 2 ലിറ്റർ ടർബോ ആണെന്ന് ആലോചിക്കണം. അതെ, 4 സിലിണ്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന കാലത്താണ് നമുക്ക് വി ഹാവ് എൻ ഓൾഡ് സ്കൂൾ NA flat 6 powering the rear wheels. And the best part is that this is a mid-engine car. So super car layout ആണ്. പിന്നെ സ്പോർട്സ് കാർ ഫോം. അതെ, ഉള്ളിൽ എനിക്ക് 911 ആണ് എനിക്ക് വേണ്ടിയിരുന്ന വണ്ടി. അതെ, പക്ഷേ ഐ സ്റ്റിൽ എൻജോയ് ദിസ്. കാരണം ഇത് മേടിച്ചിട്ട് 911 മേടിക്കാം. 911 മേടിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റൂല. See, that is the most important part. നമുക്ക് എപ്പോഴും നമ്മൾ പലപ്പോഴും so raves to 7000 rpm. And 276 horsepower അല്ലേ? 276 horsepower. And after all these years, all those horses feel alive. എല്ലാം ഉണ്ട്. ഞാൻ എന്ത് പ്ലേഫുൾ ആണെന്ന് നോക്കിയേ. ഇറ്റ്സ് എ സ്മോൾ കാർ. നമുക്ക് എല്ലാ വിസിബിലിറ്റി ഒക്കെ ഭയങ്കര ഇതാണ്, നമുക്ക് സുഖമായിട്ട് കാണാം. അതെ. ആൻഡ് സ്റ്റിയറിംഗ് ഒക്കെ ടെലിപാതിക് ആണ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ്. നമ്മളിപ്പോൾ മറ്റേ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വന്ന കാലത്ത് ഇതിൽ തിരിച്ചു പോകുമ്പോഴാണ് ഇത് എത്ര രസമായിരുന്നെന്ന് അറിയുന്നത്. And this is so effortless that നോക്കി and no effort, car is showing no drama. And the throttle നമുക്ക് full ആയിട്ട് ബാലൻസ് ചെയ്യാം. Like if I want to, it's done. ആൾക്കാര് so coming to the car again, നമുക്കൊരു കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. It's like ആൾക്കാർ ഇപ്പൊ പലവരും പറയും unless it's a manual it's not a sports car, unless it's a PDK it's not a Porsche. അങ്ങനെയൊന്നും ഇല്ല. So this is an old school torque converter. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് torque converter automatics. So this was called Tiptronic. അതെ. പാഡൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള അറേഞ്ച്മെന്റ് ആണ്. സ്റ്റിയറിംഗ് 2 ബട്ടൺസ് ഉണ്ട്. പ്ലസ് മൈനസ് ഒക്കെ ഇവിടെ തന്നെയാണ്. അതിന്റെ ഇപ്പുറത്തും ഉണ്ട്. അപ്പൊ നമുക്ക് 2 കൈയോട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫാസ്റ്റ്. PDK ഫാസ്റ്റ് ഒന്നല്ല, പക്ഷേ ഇറ്റ് ഡസന്റ് ഫീൽ സ്ലോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഡെയിലി ഓടിക്കുമ്പോൾ ഐ താങ്ക് ഇറ്റ് ഫോർ ദാറ്റ്. കാരണം ട്രാഫിക്കിലൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാനില്ല. PDK ആണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കുന്ന പോലത്തെ ബ്ലോക്കിലൊന്നും ഇത് യാതൊരു കുഴപ്പമില്ല. അതെ. And it, you know, നമ്മളിപ്പോ ഒരു ബോക്സിനകത്ത് കയറിയിരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ the first thing that strikes you is how compact and how small that car is. It just wraps around you. നമ്മള് ഇതിനൊന്നുമില്ല, നമ്മൾ ഇരുന്നങ്ങ് പറക്കുന്ന പോലെ ഉണ്ട്. And everything feels like ഇപ്പൊ നമ്മുടെ കൈയിന്റെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് വണ്ടിയുടെ സ്റ്റിയറിംഗ് വരുന്നത്. അതെ. It's not the steering wheel, steering how the car turns. And വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മൈൽ വീണ്ടും ക്വാർട്ടർ മൈൽ. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുമ്പോൾ, പുതിയതോ വാട്ടെവർ യൂസ്ഡ് വാട്ടെവർ നമ്മൾ മേടിക്കുമ്പോൾ എന്തെങ്കിലും അതിനകത്തൊരു പുതിയ ഡയമെൻഷൻ ഉണ്ടാവണം അല്ലേ? നമ്മൾ ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു സെഡാൻ കൊടുത്ത് വേറൊരു സെഡാൻ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അതേ ഫാമിലിയുള്ള വേറെ വണ്ടിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത്ര വലിയൊരു ന്യൂ എക്സ്പീരിയൻസ് അതിനകത്ത് വരുന്നില്ല.
പക്ഷെ ഹിയർ മുകളിലോട്ട് മുകളിലെന്താ റൂഫില്ല അത് മുകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇൻഫിനിറ്റ് ഹെഡ് റൂം. മറ്റേ ഹെഡ് റൂം കുറവായിരുന്നതാണ് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞിരുന്നത്. അത് തീർന്നു കിട്ടി. വേജിയടക്കം പറയായിരുന്നു ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ആസ്റ്റനെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ മുട്ടുന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആ പ്രശ്നമില്ല, ബാക്കിനെ പാസ് ചെയ്യണ്ട, പാസ് ചെയ്താലും മുട്ടില്ല. സോ ഇതിനകത്ത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ കാര്യം. നമ്മൾ ഫിയറ്റ് 500 മേടിച്ച് വിവേക്ജിയുടെ വീട്ടിലോട്ട് പോയപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് ഈ ബാക്ക് സീറ്റിലോട്ട് കയറാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബാക്ക് ഡോർ ഇല്ലാത്തതുകൊണ്ട് എന്തിനാണ് ഈ വണ്ടിക്ക് ബാക്ക് സീറ്റ് കൊടുത്തതെന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. നമ്മൾ മാറ്റി തീർന്നു. ബാക്ക് സീറ്റേ ഇല്ല, രണ്ട് ഡോറുള്ളൂ, അതുകൊണ്ട് ബാക്ക് സീറ്റിന് ആവശ്യമില്ല. ജെഡി ഇതിനൊക്കെ ഞാൻ നിന്നോട് പകരം വീട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിലെ സൂത്രധാരൻ ജെഡിയാന്ന് കൂടി പറയണം. ഓക്കെ, വാണ്ടഡ് ദ കാർ. എനിക്ക് ഞങ്ങൾ രണ്ടുപേരും അഗ്രി ചെയ്യണ മിനിമം കാറുകൾ. കൺവേർട്ടിബിൾസ് എനിക്ക് ജനറലി ഇഷ്ടമല്ല, ബട്ട് ഐ ലവ് ദിസ്. ബോക്സ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓവർ എ കെയ്മാൻ, ദിസ് ഇസ് ദ വൺ ഐ വുഡ് ഹാവ്. Absolutely, me too. And sporty car, it's a roadster. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമാണ്. And generally I like Porsches. അപ്പോൾ അതുകൊണ്ട് 911 may be out of reach, പക്ഷേ I'm happy with this. പക്ഷേ there is also one more thing. നമ്മൾ ആദ്യം പോയിട്ട് അൾട്ടിമേറ്റ് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നോക്കുമ്പോൾ കിളി അവിടെ ഇരിക്കും. മുന്നോട്ട് നോക്കുമ്പോൾ കിളിയെ കണ്ടില്ല, മുന്നോട്ട് നോക്കുമ്പോൾ കിളി പോയി. അപ്പോൾ അതുകൊണ്ട് ഗോയിങ് ഫോർവേഡ് ഇപ്പോൾ 911 വേണമെന്നുള്ള ആഗ്രഹം അവിടെ കിടക്കണമുണ്ട്. അന്ന് അത്യാവശ്യത്തിന് ഒരു Porsche ഉണ്ട് താനും. അതെ, and it sounds so nice. സ്റ്റോക്ക് എക്സോസ്റ്റ് പറ്റി നേരത്തെ ആലോചിക്കാം. ഞാൻ പറയുമ്പോഴൊക്കെ നീ കൺവേർട്ടബിൾ എനിക്ക് വേണ്ടാത്തായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കൺവേർട്ടബിൾ ആയതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അതെ, ഇതിപ്പോ ശരിക്കും ഒരു ഗോകാട്ടിനകത്തിരുന്ന് നമ്മൾ പൊളിക്കുന്നുണ്ട്. ഇപ്പൊ ബൈക്കിൽ നമുക്കിത് കിട്ടുമായിരുന്നു പണ്ട്, ഹെൽമെറ്റ് വെക്കേണ്ടാത്ത കാലത്ത്. ഹെൽമെറ്റ് വെക്കണോ നമുക്ക് ആ വിൻഡിന്റെ ഹെയർ ഫീലിംഗ് കിട്ടണത്. ഇപ്പൊ എന്റെ മുടിയൊക്കെ ഇരിക്കണോ, ഇപ്പൊ ബൈക്കിന് കിട്ടും. ആൻഡ് ത്രോട്ടിലൊക്കെ കണ്ട ബാലൻസ് ഒക്കെ. It's just going, it's just sliding from corner to corner. It's just insane. സോ നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ വേറെ കുറെ പ്ലാനിലൊക്കെ ചെയ്തതാണ്. ഐ മീൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഒരു ട്രാക്ക് ഡേ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ we felt this is what is doing justice to the car. So Porsche കൊച്ചി ഇവിടെ ഒരു ട്രാക്ക് ഡേ ഓർഗനൈസ് ചെയ്തു. couple of cars were there. ഞങ്ങളും കൂടെ പങ്കെടുത്തു. കാരണം നമ്മുടെ വണ്ടി തന്നെ ആദ്യം വരാൻ പറ്റിയത് ഒരു വലിയ കാര്യമാണ്. Absolutely. അപ്പോൾ ഒരു നല്ലൊരു ഇവന്റ് ആയിരുന്നു. ഇപ്പോൾ പോർഷെ കസ്റ്റമേഴ്സിനും ലൈക്ക് ടു എക്സ്പീരിയൻസ് ദ കാർ ആൻഡ് ടു യുനോ ട്രാക്ക് ലൈഫും കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ, വണ്ടി ഫുള്ളായിട്ടൊന്ന് യൂസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ആൻഡ് ഇങ്ങനത്തെ ഇപ്പോൾ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഓഫ് റോഡേഴ്സിന് ഇപ്പോൾ പല മഹീന്ദ്രയൊക്കെ ഓഫ് റോഡ് ഇവന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്പോർട്ടി കാർസിന് അധികം പേര് ആർ നോട്ട് പ്രൊമോട്ടിംഗ് ദാറ്റ് അല്ലേ? Only Porsche is doing that. And Porsche customers are, അവർക്ക് ഇത്രയും കൂടി ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. ഒരു ജെന്യൂൻ enthusiasm ആണ്. And most Porsche customers use their car very well. It's not ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഓടുന്ന വണ്ടികളല്ല, എസ്പെഷ്യലി കേരളത്തില് അല്ലേ? വളരെ അധികം എൻജോയ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഡ്രൈവിംഗ് ദോസ് കാർസ് ലൈക്ക് ഡെയിലി കാർസ്. ആൻഡ് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എനി പോർഷ, ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും വെറൈറ്റി പോർഷസ് ഓടിച്ചല്ലോ ഇന്ന്. എനി പോർഷ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ പോർഷ, പുഷ് ചെയ്യാത്തപ്പോ ഒരു A6 ഗോൾഫോ പോളോയോ എന്ത് വേണമെങ്കിലും ആവാൻ പറ്റും അതില്. സോ that's good in a way. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വണ്ടി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും. And I think that is why we narrowed down on this car അല്ലേ? It was an easy decision in a way. കാരണം ജെഡിക്ക് അറിയാവുന്ന വണ്ടിയായിരുന്നു. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഹിസ്റ്ററി, വണ്ടിയുടെ എല്ലാ സാധനവും ആ ഓണർ എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാം പിന്നെ ഒരു എപ്പിസോഡിൽ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വേറെ കാണിക്കാം. സോ ഈ വണ്ടി ബേസിക്കലി കസ്റ്റം ഓർഡർ ആണ്. ഇതിനകത്ത് കുറെ സ്പെഷ്യൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊണ്ടുവന്ന തൊട്ട് ഇതിന്റെ എവറിത്തിങ് നമ്മൾ ഇങ്ങോട്ട് ബിൽ ഓഫ് ലേഡിങ്, ഷിപ്പിലെ ടിക്കറ്റ് തൊട്ട് എല്ലാ ലോറിക്ക് കൊടുത്ത കാശ് വരെ. ഇൻട്രസ്റ്റിംഗ്ലി ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി ഓണർ പോർഷെ അയച്ച മെയിലിന്റെ കോപ്പി പ്രിന്റ് ഔട്ട് വരെയുണ്ട് നമ്മുടെ കയ്യിൽ. ഒരു ഫുൾ ഫോൾഡർ ആയിട്ട് പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ചെയ്യാറുണ്ട് പുതിയ വണ്ടി മേടിക്കുമ്പോൾ. അതെ, പക്ഷെ വില കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് ആർക്കും അതിന് വാല്യൂ ഇല്ല. സ്വിഫ്റ്റിന്റെ ഈ ബുക്കിലെറ്റ് ഒക്കെ ആരെയും നോക്കി എല്ലാത്തിന്റെയും ബില്ലടക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാ സാധനവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആണ്. വി നോ ദ ഹു ഹാഡ് ദ കാർ ബിഫോർ ദിസ്. നമുക്ക് ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവും സാധനമൊക്കെ ചെയ്ത് ആണ് നമ്മളിത് എടുത്തത്. അപ്പൊ നമ്മൾ അന്ന് ആ ടർബോന്റെ എപ്പിസോഡ് ചെയ്ത് ചെന്നൈയിൽ ചെയ്ത ദിവസം തന്നെ നമ്മൾ അതിന്റെ തലേദിവസമായിരുന്നു തോന്നുന്നു. അതിന്റെ തലേദിവസം നമ്മൾ ഇതും കൊണ്ട് മഹാബലിപുരം പോയി. And we had a lot of fun. തുടങ്ങിയത് റിവ്യൂ ആയിട്ടാണ്. പക്ഷെ റിവ്യൂ ചെയ്തില്ല, മേടിക്കാൻ പ്ലാൻ ഇട്ടപ്പോൾ പിന്നെ മാറി. റിവ്യൂ ചെയ്യേണ്ട സൗകര്യം പോലെ നമുക്ക് മറ്റേ മോഹൻലാൽ മറ്റേ സിനിമയിൽ പറയില്ലേ, ഇപ്പൊ കോവിലൊക്കെ ഞാൻ മേടിക്കുകയാണ്, അത് മേടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സൗകര്യം പോലെ പൊളിക്കാലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മേടിച്ചതിന് ശേഷം റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് ഹിയർ വി ആർ ട്രാക്കിൽ. ഇതിന്റെ ഇടയ്ക്ക് മിസ്സിംഗ് കുറച്ച് ബിറ്റ്സ് ഉണ്ട്. വണ്ടി കിട്ടിയപ്പോൾ 27,028 ജസ്റ്റ് എത്തണ്ടായിരുന്നുള്ളൂ. Now it has done 29,570.
which is still nothing. അപ്പോൾ കുറച്ച് രാവിലെ മോർണിംഗ് ഡ്രൈവ് ഒക്കെ ഞാൻ പോവുമായിരുന്നു. ആൻഡ് അതല്ലാണ്ട് നമ്മൾ അങ്ങനെ പുറത്തേക്ക് എടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനിയാണ് നമ്മളപ്പോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ബേസിക് സർവീസസും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റെഗുലർ മെയിൻ്റനൻസ് ജോബ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. കൊണ്ടുവന്ന തന്നെ ഒരു ട്രാക്ക് ഡേക്കാണ്. അതെ. സോ ദിസ് ഈസ് ദ കാർസ് ഫസ്റ്റ് പ്രോപ്പർ ഔട്ടിംഗ് അല്ലേ? അതെ. ആൻഡ് ആക്ച്വലി ഔട്ട് ഓഫ് സ്റ്റേറ്റ് പിന്നീട് പോണതും, അതെ, ഇത്രയും ദൂരം പോകുന്നതും, ഞാൻ ഇത്രയും ദൂരം ഓടിക്കുന്നതും, ബേസിക്കലി ട്രാക്കിൽ ഓടിക്കുന്നതൊക്കെ എല്ലാം ഇന്നാണ്. അതെ. ആൻഡ് ഗുഡ് ടു ഹാവ് യു പീപ്പിൾ വിത്ത് us. Absolutely. അപ്പോൾ ഇതിന്റെ നമുക്കൊരു ഫുൾ ഡീറ്റെയിൽഡ് കഥയും കാര്യങ്ങളും ഒക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്. എന്തായാലും 3 സീരീസിന് ഫൈനലി ഒരു റീപ്ലേസ്മെന്റ് ആയി അല്ലേ? ആൻഡ് quite a special car. We are very excited. നമുക്കിപ്പോൾ എസ്പെഷ്യലി ഇതിനകത്ത് നമുക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. ആൻഡ് എസ്പെഷ്യലി എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, യു കാൻറ്റ് ലിവ് വിത്ത് കൺവേർട്ടബിൾ ഇൻ ഇന്ത്യ. ആണോ? ഇത് നമ്മൾ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോ ഇന്ന് കാലത്ത് അവിടെ നിന്ന് പോകുന്നപ്പോൾ തൊട്ട് റൂഫ് ഹാസ് ബീൻ ഡൗൺ. എന്റെ മറ്റേ തിയറി ഉണ്ടല്ലോ, റൂഫ് സ്റ്റേസ് ഡൗൺ അണ്ടിൽ ദ സ്റ്റോം ഹാസ് എ നെയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, ചെറിയ മഴയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, ഇതിങ്ങനെ മറ്റേ ബൗൺസ് ചെയ്ത് പൊക്കോളും. ആൻഡ് ഇവിടെ ഈ സാധനം ഉള്ളതുകൊണ്ട് വലിയ ടർബുലൻസ് ഒന്നും ഇല്ല ഉള്ളിൽ. അതെ, അതൊക്കെ ഓപ്ഷനിലാണ്. സ്റ്റിയറിംഗ് വീലിൽ വുഡ് ട്രിം ഓപ്ഷനിലാണ്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. പണ്ട് ഞാൻ എപ്പോഴും മറ്റേ പോർഷയുടെ 2005 ബ്രോഷറൊക്കെ എനിക്കൊരു അങ്കിൾ കൊണ്ട് തന്നിട്ട് അത് ഞാൻ എപ്പോഴും എടുത്ത് നോക്കിയിട്ട് ഈ വുഡ് ആൻഡ് ട്രിം എനിക്കത് വേണമെന്ന്, അപ്പം എൻ്റെ ഫ്യൂച്ചർ പോർഷയിൽ ഞാൻ വേണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ട്രിമ്മാണത്. അന്ന് വിവരമില്ലായിരുന്നല്ലോ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിങ്ങനെ മറ്റേ കൈ സ്ലിപ്പ് ആവുന്നുള്ളത്, ഇത് ലെതർ ആയിരുന്നു നല്ലതെന്നുള്ളത്. ഇത് ഓൺ എ റേഞ്ച് റോവർ അല്ലെങ്കിൽ ഒരു എസ് ക്ലാസിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ നോട്ട് ഓൺ ദിസ്. ഇതിനെയും കൂടി നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിട്ട് ഒരേപോലത്തെ യൂണിഫോം ഗ്രിപ്പെങ്കിലും വേണം അറ്റ്ലീസ്റ്റ്. അതൊരു ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിന് ഓർമ്മയുണ്ടായിരുന്നു പണ്ടൊരു കുഞ്ഞു കൊച്ചു പ്രാർത്ഥിച്ചത്. കറക്റ്റ് ആയിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഞാനാണോ ദൈവം? ദൈവമല്ല, വിവേക് ഈ പറഞ്ഞ പോലെ കൺവേർട്ടബിൾ മേടിക്കില്ല, കൂപ്പേ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് കുഴപ്പമില്ല, മിയാട്ടോ കുഴപ്പമില്ല. ബാക്കി വേണ്ട പേര് പറഞ്ഞാൽ മാർക്കറ്റ് കിട്ടണ്ട, കുഴപ്പമില്ല. എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ എന്തായാലും ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇനി കുറേ ഡീറ്റെയിൽഡ് സീരീസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ലിവിങ് വിത്ത് ദിസ് കാർ ആൻഡ് അവർ എക്സ്പീരിയൻസ് വിത്ത് ഇറ്റ് നമ്മളെല്ലാം ഷെയർ ചെയ്യും. നമുക്കും ഇതൊരു ഇങ്ങനത്തെ ഒരു മേജർ ബ്രാൻഡിന്റെ ആയിട്ട് വണ്ടിയല്ലേ? ആണ്. So but I consider BMW with Porsche അതുകൊണ്ട് അല്ല, സ്പോർട്സ് കാർ ഒരു ഡിഫറെന്റ് ലീഗാണ്. വേറെ ഡിഫറെന്റ് ലീഗാണ്. ഇറ്റ്സ് നോട്ട് സേയിങ് ദാറ്റ് എനി അതർ മാനുഫാക്ചറർ ഇസ് ലെസ്സർ, ബട്ട് Porsche is always on a level apart. അപ്പോൾ അതുകൊണ്ട് so finally we have a Porsche, we all have a Porsche. അതെ, അതുകൊണ്ട് എന്തായാലും നമുക്കപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. കൊച്ചിയിൽ തിരിച്ചെത്തിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വാക്ക് അറൗണ്ടും കാര്യങ്ങളും എല്ലാ സാധനവും കാണിക്കുന്നതായിരിക്കും. അതുവരെ we will leave you with this little bit of info. Just your intro ആണ്. അതെ, more episodes will be coming soon. നമുക്ക് ഇവിടെ ലൈറ്റ് ഒക്കെ തീർന്നു, അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങാനായി. We have a long drive back to Kochi. അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അത് മതി, അതിനുള്ള ലൈറ്റ് ഒക്കെ കുറച്ച് നേരമായിട്ട് വാക്കി ടോക്കിൽ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നില്ല. നമ്മൾ വാക്കി ടോക്കിയൊക്കെ ഓഫ് ചെയ്തു. ഇനി അതൊന്നും ഇല്ലാന്ന് ഇവിടെ. The only noise we can hear is that flat 6. അത് ഈ ഓപ്പൺ ടോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കേൾക്കണത്. അതൊരു ഡിഫറെന്റ് ഫീലാണ്. ഓക്കെ, one more lap and we'll go in. അപ്പോൾ thank you so much for watching guys and have a great day. Bye bye.